ലോൺ എടുക്കുന്നത് ഒരു സഹായമാണോ അതോ ഒരു കുടുക്കാണോ? ഇന്നത്തെ കാലത്ത് ഹോം ലോൺ, പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് ലോൺ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ശരിയായി മനസ്സിലാക്കാതെ ലോൺ എടുത്താൽ അത് പതിയെ നമ്മളെ ഒരു ലോൺ ട്രാപ്പിലേക്ക് തള്ളിവിടും. ഈ വീഡിയോയിൽ ലോൺ ട്രാപ്പ് എന്താണ്, ഹോം ലോണും പേഴ്സണൽ ലോണും എങ്ങനെ അപകടകരമാകുന്നു, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ലോൺ ട്രാപ്പ്? ലോൺ ട്രാപ്പ് എന്നത് ഒരു ലോൺ എടുത്തിട്ട് അതിന്റെ EMI തീർക്കാൻ വീണ്ടും ലോൺ എടുക്കേണ്ട അവസ്ഥയെ കുറിച്ചാണ്. ആദ്യം ചെറിയ EMI ആയിരിക്കും, മാനേജബിൾ ആണെന്ന് തോന്നും. പക്ഷേ ഇൻട്രസ്റ്റ്, ടെന്യൂർ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എല്ലാം കൂടി വരുമ്പോൾ മന്ത്ലി ഇൻകമിന്റെ വലിയൊരു ഭാഗം EMI-കൾക്ക് പോകും. അപ്പോൾ സേവിങ്സ് ഇല്ലാതെയാകും. എമർജൻസി വന്നാൽ വീണ്ടും ലോൺ. ഇതാണ് ലോൺ ട്രാപ്പ്. ഹോം ലോൺ സേഫ് ആണോ? പലർക്കും ഹോം ലോൺ സേഫ് ലോൺ ആണെന്ന് തോന്നും, കാരണം ലോങ് ടെന്യൂർ ഉണ്ട്, ഇൻട്രസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഇവിടെ ട്രാപ്പ് എവിടെയാണ് ഉള്ളത്? 25 തൊട്ട് 30 വർഷത്തേക്ക് ലോൺ എടുത്താൽ നിങ്ങൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിനേക്കാൾ ഇരട്ടിയായിരിക്കും. ഇൻകം ഇൻക്രീസ് ആകുമെന്ന് കരുതി ലോൺ എടുക്കും, പക്ഷേ എക്സ്പെൻസ് കൂടി വരും. ജോബ് ചേഞ്ച്, സാലറി ഡിലേ, മെഡിക്കൽ എമർജൻസി വന്നാൽ EMI ബർഡൻ വലിയ സ്ട്രെസ് ആകും. ഹോം ലോൺ സേഫ് ആണ്, പക്ഷേ ഓവർ കമ്മിറ്റ് ചെയ്താൽ അത് ട്രാപ്പ് ആകും. പേഴ്സണൽ ലോൺ, ദ റിയൽ ഡേഞ്ചർ. പേഴ്സണൽ ലോൺ ആണ് ഏറ്റവും ഡേഞ്ചറസ്. ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്, ടെന്യൂർ ചെറുതാണ്, EMI ഹെവി ആയിരിക്കും. വിവാഹം, ഗാഡ്ജറ്റ്സ്, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസസ്, ഈ കാരണങ്ങൾ കൊണ്ട് പേഴ്സണൽ ലോൺ എടുക്കുന്നവർ കൂടുതലാണ്. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അസറ്റ് ഒന്നും ക്രിയേറ്റ് ആവില്ല, പക്ഷേ EMI സ്ട്രെസ് ഉണ്ടാക്കും. ഒരു പേഴ്സണൽ ലോൺ തീർക്കാൻ മറ്റൊരു പേഴ്സണൽ ലോൺ എടുക്കുന്ന അവസ്ഥയാണ് റിയൽ ലോൺ ട്രാപ്പ്. ക്രെഡിറ്റ് കാർഡ് ആൻഡ് BNPL ട്രാപ്പ്. ബൈ നൗ പേ ലേറ്റർ, മിനിമം ഡ്യൂ, ഈസി EMI ഇവയെല്ലാം ആദ്യം കുറച്ച് മധുരമായി തോന്നും. പക്ഷെ മിനിമം ഡ്യൂ അടച്ചാൽ ബാലൻസ് ഇൻട്രസ്റ്റ് 30 തൊട്ട് 40% വരെ പോകും. ക്രെഡിറ്റ് കാർഡ് ലോൺ കൺട്രോൾ വിട്ടാൽ മന്ത്ലി ഇൻകം മുഴുവൻ EMI-കൾക്ക് പോകുന്ന അവസ്ഥ വരും. ഇതും ഒരു സൈലന്റ് ലോൺ ട്രാപ്പാണ്. ഹൗ പീപ്പിൾ ഫോൾ ഇൻ ടു ലോൺ ട്രാപ്പ്? പീപ്പിൾ ഫോൾ ഇൻ ടു ലോൺ ട്രാപ്പ് മെയിൻലി ബിക്കോസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. സാലറി കൂടുമ്പോൾ EMI കൂടും, സേവിങ്സ് ഇല്ലാതെ ലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എമർജൻസി ഫണ്ട് ഇല്ലായ്മ, ലോൺ ബിഫോർ ഇൻകം സ്റ്റെബിലിറ്റി, ഇവയെല്ലാം ചേർന്നാൽ ഒരാൾ അറിയാതെ തന്നെ ലോൺ ട്രാപ്പിൽ പെടും. ഹൗ ടു അവോയ്ഡ് ലോൺ ട്രാപ്പ്? ലോൺ ട്രാപ്പ് ഒഴിവാക്കാൻ ആദ്യം റൂൾ നമ്പർ 1, EMI ഷുഡ് നോട്ട് ക്രോസ് 30 to 35% ഓഫ് യുവർ മന്ത്ലി ഇൻകം. സെക്കൻഡ് റൂൾ, പേഴ്സണൽ ലോൺ ലൈഫ് സ്റ്റൈൽ റീസണുകൾക്ക് അവോയ്ഡ് ചെയ്യുക. റൂൾ നമ്പർ 3, എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക വിത്ത് മിനിമം 6 months എക്സ്പെൻസസ്. റൂൾ നമ്പർ 4, റീപേയ്മെന്റ് ഓപ്ഷൻ യൂസ് ചെയ്യുക വെനെവർ പോസിബിൾ, എസ്പെഷ്യലി ഹോം ലോൺ. ഫിഫ്ത് റൂൾ, ലോൺ എടുക്കുന്നതിന് മുൻപ് ഇത് അസറ്റ് ക്രിയേറ്റ് ചെയ്യുമോ എന്നും കൂടെ സ്വയം ചോദിക്കുക. ലോൺ എടുക്കുന്നത് ഒരു ബാഡ് ഓപ്ഷൻ അല്ല, പക്ഷേ ലോൺ മിസ്യൂസ് ഡേഞ്ചറസ് ആണ്. സ്മാർട്ടായി ലോൺ യൂസ് ചെയ്താൽ ലൈഫ് ബിൽഡ് ചെയ്യും. കെയർലെസ് ആയി ലോൺ എടുത്താൽ വർഷങ്ങൾ നീളുന്ന ലോൺ ട്രാപ്പിൽ അകപ്പെട്ടു പോകും. സോ നെക്സ്റ്റ് ടൈം ലോൺ എടുക്കുമ്പോൾ EMI മാത്രം നോക്കാതെ ടോട്ടൽ ഇൻട്രസ്റ്റ്, ടെന്യൂർ, ഫ്യൂച്ചർ ഇൻകം, റിസ്ക് എല്ലാം നോക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലെ സിമ്പിൾ മലയാളം ഫിനാൻസ് വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.